ശ്രീജാതെ നമ്മുടെ ഗാർഡനിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. വേറൊന്നിനുമല്ല, ഈ വാഴയുടെ ഒത്ത കൂമ്പ് വെട്ടാൻ വേണ്ടിയിട്ടാണ്. വാഴയുടെ കൂമ്പ് ഞാൻ വെട്ടാന്ന് പറഞ്ഞിട്ട് ശ്രീജ സമ്മതിക്കാതെ സ്വന്തമായിട്ട് വെട്ടാനുള്ള പരിപാടി ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാവേ. ഞാൻ വെട്ടാന്ന് പറഞ്ഞല്ലേ, എനിക്കല്ലായിരുന്നു അഹങ്കാരം. ഇതാണോ പൊക്കമില്ലാതിത്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്നത്. ഇതെന്ത് പരിപാടി? വാഴ ശ്രീജ ഒടിക്കും, മിക്കവാറും നശിപ്പിക്കും. എന്തുവാടോ ഇത്? ഞാൻ വെട്ടാന്ന് പറഞ്ഞല്ലേ. മിക്കവാറും എടോ ശ്രീജ, തനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ടാണ് അത് പറ്റാത്തത്. അതിൻ്റെ വേറെ സാധനത്തിലൊക്കെ വെട്ടുകൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് വെട്ടിയാൽ മതിയായിരുന്നല്ലോ. ഇതൊരു കൂമ്പായിരുന്നു. ഇപ്പം എന്തായാലും മുറിച്ചത്, ഇനി മുറിച്ചോ? അതല്ല, ആ നിൽക്കുന്നത് എടുത്താൽ മതിയായിരുന്നല്ലോ. അത് പക്ഷെ കൂമ്പാണ്. വേണ്ട, തൊടുന്നതെല്ലാം. അപ്പം ഞാൻ പറയുന്നത്, ശ്രീജ വാഴയില വെട്ടാനായിട്ട് ശ്രീജ ശ്രമിക്കേണ്ട, ശ്രീജക്ക് സാധിക്കത്തില്ലെന്നാണ്. പക്ഷെ ശ്രീജ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒടിച്ചെടുക്കില്ല, അങ്ങനെ മുറിച്ചത് ചീത്തയിൽ പോവും ശ്രീജ. അതെ, അത് മുറിഞ്ഞു വന്നേ. അതല്ലേ മുറിഞ്ഞു? താതെ ഏറേതാണ് ശ്രീജ മുറിച്ച്. എനിക്ക് അതെ അച്ഛൻ കൊല്ലും കേട്ടോ ശ്രീജ. ശ്രീജ വാഴയെ മൊത്തം നശിപ്പിച്ച്. ഞാനെടുത്ത് വീഡിയോ ഇടുകയും ചെയ്യും, അമ്മച്ചി കാണുകയും ചെയ്യും, അമ്മച്ചി സീനാക്കുകയും ചെയ്യും, പ്രശ്നമാക്കുകയും ചെയ്യും, വിഷയമാകുകയും ചെയ്യും. അപ്പോൾ അതേ നമ്മൾ ഉദ്ദേശിച്ച വാഴയിലയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, വേറെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതേ കണ്ട ശ്രീജ മൊത്തവും നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഒരു വാഴയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രീജ വന്ന് വാഴത്തോട്ടത്തിലല്ല, നമ്മുടെ ഗാർഡനിൽ കയറി അവിടെ നിന്നിരുന്ന ഒരു വാഴയാണിത്. അതിനെ നശിപ്പിച്ച് വാഴയില തോരൻ ഉണ്ടാക്കിയത് ചീഞ്ഞു പോകാനാണ് സാധ്യത. വാഴ ചീഞ്ഞു പോകാനാണ് സാധ്യത. അപ്പം പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം, ഞാൻ പറിച്ചു. അപ്പം എന്തായാലും കിട്ടി. ഇത് ഇത്തിരി ഇളത്തേലയാണല്ലേ? അപ്പം എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, ശ്രീജ സാധിച്ചു കേട്ടോ. അപ്പം എന്തായാലും സെറ്റായി. അങ്ങനെ വാഴയില പറിച്ചിട്ട് നമ്മൾ ഒരു വാഴയില തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താകുമെന്ന് അറിയത്തില്ല. ഞാൻ ഇതുവരെ വാഴയില തോരനൊന്നും കഴിച്ചിട്ടില്ല. വാഴ കൂമ്പ് തോരൻ കഴിച്ചിട്ടുണ്ട്, വാഴപ്പിണ്ടി തോരൻ കഴിച്ചിട്ടുണ്ട്. വാഴയില തോരൻ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ശ്രീജ പറഞ്ഞ് ശ്രീജ വാഴയില വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയാണ്? വാഴയില ജ്യൂസ്, വാഴയില തോരൻ, പിന്നെ വാഴയില നമ്മൾ ചോറ് തിന്നാൻ എടുക്കും. അങ്ങനെ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് വാഴയില കൊണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ബെനിഫിറ്റ്സ് ശ്രീജ ഇന്ന് നമ്മളെ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീജ ആശ്രാന്ത പരിശ്രമം നടത്തി വാഴയില പറിച്ചിരിക്കുകയാണ്. വാഴ പറിച്ചെടുത്തതാണ്, വാഴയില പറിച്ചെടുത്തതാണ്. നോക്കി അതിൻ്റെ അവസ്ഥ നോക്കി. ഇനി ഈ വാഴ ചീഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ അറിയിക്കുന്നതായിരിക്കും. വാഴ ഇല വെച്ചിട്ടല്ലേ തോരനുണ്ടാക്കുന്നത്? ഇതേ ഇല മൊത്തം വെട്ടിക്കൂളി കാളകളഞ്ഞിരിക്കുന്നത്, അതിനെ മാറ്റി വെച്ചാ ഇത്. ഇതെന്തിനാ അറിയാണ്ട് വെട്ടിപ്പോയത്? അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇത് പിണ്ടിയല്ല ശ്രീജ, ഇത് വാഴയുടെ ഇലയുടെ തണ്ടാണ്. ചേമ്പിന്റെ താളില്ലേ, അതുകൊണ്ട് നമ്മൾ തീയലുണ്ടാക്കത്തില്ല. അതുപോലെ ഇതുകൊണ്ട് ഞാൻ ഇന്നത് തീയലുണ്ടാക്കി തരാം. എനിക്കറിയത്തില്ല കേട്ടോ എന്താണ് ശ്രീജ ഉദ്ദേശിക്കണേന്നൊക്കെ. വേറെ ലെവൽ. എന്തായാലും കൊള്ളാം. അപ്പോൾ ശ്രീജ പറിച്ചെടുത്ത വാഴ ഇലയാണ് നമ്മളത് ഇവിടെ ഇങ്ങനെ നീട്ടി വിരിച്ചിട്ടിരിക്കുന്നത്. ഇത് അച്ഛനെ കിട്ടിയ മാമ്പഴമാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ കൊണ്ടുവന്ന് നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ശ്രീജയുടെ വാഴ ഇലയും കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി ഈ മാങ്ങായും കൂടെ എടുത്ത് വല്ല കറിയും വെക്കുവാന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് ഞങ്ങൾക്ക് ജ്യൂസ് ആക്കണ്ട. ഇത് കണ്ടോ, തോരൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ, വാഴ ഇല തോരൻ. അപ്പോൾ ഇത് തളിരില. അപ്പോൾ ഈ തളിരില വേണം. നമ്മൾ എത്രയും തളിരായിട്ടുള്ള ഇല എടുത്തോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ വാഴയില തോരൻ. അപ്പോൾ നമുക്ക് ജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മളത് അരിഞ്ഞതായി ഇത്രയും ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ നമ്മുടെ എന്നാണ് വാഴയില തോരൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലാണ് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വാഴയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് വാഴയില തോരൻ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് എന്തുണ്ടാക്കും സ്പെഷ്യലായിട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശ്രീജ പറഞ്ഞത് വാഴയില വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന്. ഫസ്റ്റ് എനിക്ക് ഒരു ഡൗട്ടായിരുന്നു, വാഴയില വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും, ഫ്ലോപ്പ് ആയിരിക്കുമോ എന്ന്. ശ്രീജ പറയുന്നു വാഴയിലയുടെ എല്ലാ സാധനവും നമുക്ക് കഴിക്കാം, നമ്മുടെ ചക്ക പോലത്തെ ഒരു സംഭവമാണ് വാഴ. അപ്പോൾ എന്തായാലും നമുക്ക് വാഴയില തോരനൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കാൻ പോകണം, ഇത് നമ്മൾ സാധാരണ തോരൻ വെക്കുമ്പോഴത്തേക്കും തേങ്ങായും ഇതുമെല്ലാം കൂടെ നമ്മളിട്ട് അതിനകത്ത് മിക്സ് ആക്കത്തില്ലേ അതിനകത്ത്? ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പം പലരും പല രീതിയിലായിരിക്കും, അതാ മിക്സ് ആക്കി കൂടെ നല്ലതായിരിക്കും. ഞാൻ സാധാരണ ഇത് തോരൻ്റെ ഈ നമ്മുടെ കടുക് പൊട്ടി മേത്ത് വീണ് വെരി ഡേഞ്ചർ സിറ്റുവേഷൻ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയും ചെയ്യുന്നവരുണ്ടോ? ഞാനിങ്ങനെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കടുക് പൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം നമ്മുടെ ഈ തീയുടെ ഒരു ഇത് വെച്ചിട്ട് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ഒതുക്കിയിട്ട് അപ്പം ഉപ്പ് ചേർത്തായിരുന്നു ശ്രീജ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ചുമ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം കുടയണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വാഴയിലയും തേങ്ങായും നല്ല ജീരകവും അല്ലേ, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് മിക്സ് ചെയ്തതാണിത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ തൂക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അതാണ് നമ്മുടെ തോരൻ. സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ വാഴയില എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കഴിച്ച് നോക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കാണാനൊരു നല്ല മണവും വരുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീജ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മണം വരുവേ, പക്ഷെ ഗുണം കുഴപ്പമില്ല. എന്തായാലും ശ്രീജാട വാഴയില തോരൻ്റെ മേക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലത്തോരനായതുകൊണ്ട് ഇത് പെട്ടെന്ന് വേഗം കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാഴയില തോരൻ ഇവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. നേരത്തെ പറിച്ച് വെച്ച നമ്മുടെ തോരൻ ചിക്കൻ എടുത്തതിൻ്റെ ബാലൻസ് വാഴയിലയാണിത്. അപ്പോൾ ഇത് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വാഴയില നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുകുഞ്ഞാന്നരിയണ്ടേ? അതിൻ്റെ ആവശ്യമില്ല, വെച്ച് കീറി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച് കീറി നമ്മുടെ ഇങ്ങനെ വാഴയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എപ്പോഴും നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ടുള്ള വാഴയില ഷേക്ക് വിത്ത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീജയുടെ ഓരോരോ റെസിപ്പീസാണ്. അതിനിടയ്ക്ക് നമ്മുടെ തോരൻ അവിടെ വേകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാഴയില ജ്യൂസും കുടിച്ചിട്ട് വാഴയില തോരൻ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി ഞാൻ അറിയിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വാഴയില ഷേക്കിനുള്ള വാഴയില നമ്മൾ ജാറിലേക്ക് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൽപ്പൊടി പൊട്ടിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൽപ്പൊടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഒരു പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വാഴയിലയുടെ ചൊവ്വ ഒട്ടും അറിയരുതെന്ന് വിചാരിച്ചായിരിക്കും 2 കവർ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വാങ്ങിച്ച പാൽപ്പൊടിയൊക്കെ നമുക്ക് വെറുതെ ആകുമോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഐസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേക്കൊക്കെ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഐസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. തണുത്ത വെള്ളത്തേക്കാളും ഐസായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് ബെറ്റർ. അപ്പോൾ എന്തായാലും നമ്മുടെ വാഴയില ഷേക്ക് വിത്ത് ജ്യൂസ് ഇവിടെ റെഡിയാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചു വെക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കാം. നമ്മുടെ മാവിലെ ജ്യൂസ് നല്ല പ്ലാവ് അല്ല വാഴയില ജ്യൂസ് മൊത്തം തെറ്റിപ്പോയി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത്. മാവിലയും പ്ലാവിലയും ഒക്കെ നമ്മൾ ജ്യൂസ് അടിക്കുന്നവരായതുകൊണ്ട് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്ക് വാഴയില ഷേക്ക് വിത്ത് ജ്യൂസാണിത് കേട്ടോ. നല്ല
നല്ല പച്ച കളറിലുണ്ട് കേട്ടോ പുറമേ കാണാനായിട്ട്. നമ്മുടെ പിസ്ത ഷേക്കൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ട് പുറമേ. അപ്പോൾ എന്തായാലും നമുക്കിത് കുടിച്ച് നോക്കാം, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കുടിച്ചാലല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കിയിട്ട് പറയാമേ. അപ്പം ശ്രീജയുടെ വാഴയില ജ്യൂസ് വിത്ത് ഷെയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണേ. ഷെയ്ക്ക് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഷെയ്ക്ക് ആകുമല്ലോ. അപ്പോൾ എന്തായാലും വാഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വാഴയില ഷേക്ക് കഴിക്കാൻ പോകണേ. ടേസ്റ്റ് ചെയ്തോ. കൊള്ളാവാ? വാഴയിലയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു? ഇല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെറിയൊരു ടേസ്റ്റ്, ചെറിയൊരു വാഴയിലയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പാൽപ്പൊടിയുടെ സംഭവം കൊള്ളാം, പാൽപ്പൊടിയുടെ ടേസ്റ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വാഴയില വെച്ചും ഷെയ്ക്ക് അടിക്കാം എന്ന് ശ്രീജ തെളിയിച്ചിരിക്കുകയാണ്. അത്രയും ശ്രീജാനെ ഞാൻ കുറേ കളിയാക്കൊക്കെ ചെയ്തായിരുന്നേ, കാരണം വാഴയില വെച്ചിട്ട്. അപ്പം ഞാൻ ഇത് പറയുന്ന നേരം കൊണ്ട് അവിടെ കുടിച്ച് തീർക്കുന്ന സെറ്റപ്പിലായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതറിഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടു, കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വാഴയിലയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണുണ്ട് കേട്ടോ നല്ലതായിട്ട്. വാഴയില ഷേക്ക് കൊള്ളാം, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അല്ല, ജ്യൂസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ശ്രീജ നമുക്ക് വാഴയില ജ്യൂസ്, പേതയില ജ്യൂസ്, എന്തൊക്കെ ടൈപ്പാണോ ഇത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വാഴയില തോരൻ അവിടെ റെഡിയാകുന്നുണ്ട്. അതും കൂടെ ഇടയ്ക്ക് പോയി നോക്കിയില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ നമ്മുടെ വാഴയില തോരൻ എന്തായോ എന്തോന്ന് നമുക്ക് പോയി നോക്കാട്ടോ. കൊള്ളാടോ, കറക്റ്റ് ഒരു പിന്നെ തോരൻ്റെ മണമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വാഴയിലയാണെന്ന് കണ്ടാൽ പറയില്ല, കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ടേസ്റ്റ് നോക്കട്ടെ. ഉണ്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാഴയില തോരനും കൊണ്ട് ശ്രീജ വന്നതാണ്. ഇനി എനിക്ക് വാഴയില തോരനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത്. ജ്യൂസ് കുടിപ്പിച്ചു, ഇനി എന്നെ വാഴയില തോരൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ശ്രീജയുടെ വാഴയില തോരൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. വാഴയില തോരൻ അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വാഴയില ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതുപോലെയാണോ വാഴയില തോരനെന്ന് അറിയണം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളിത് വാഴയിലയുടെ തോരൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വാഴയില ജ്യൂസൊക്കെ കുടിച്ച ക്ഷീണത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ക്ഷീണമല്ല കേട്ടോ, സൂപ്പറായിരുന്നു വാഴയില ജ്യൂസ്. നമ്മൾക്ക് തോരൻ ടേസ്റ്റ് ചെയ്യാം. നന്നായിട്ടുണ്ട്, കുറച്ച് കൂടിപ്പോയി, പക്ഷെ സൂപ്പർ ടേസ്റ്റ്. നമ്മളിപ്പോൾ വാഴയില എൻ്റെ ഒരു വീക്ക്നെസ് തോരൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് തളിരായിട്ടുള്ള ഇലയെടുത്ത് തോരൻ വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ടേസ്റ്റ് വൈസ് കൂടുതലായിരിക്കും. മാഗി നൂഡിൽസ് പോലെ കൊള്ളാം. അപ്പോൾ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസ് വീഡിയോസ് ആയിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.